ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോരമ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പറയാണ്, ഇവിടെ ഒരുത്തിയ വനവാസത്തിന് വിടാമെന്ന് വെച്ചിട്ട് നടക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും കൈവിട്ട് ചെയ്യേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണേ. അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ഈ പറയുന്നത്? ഏയ് ഒന്നുമില്ല മോളെ, നത്തിങ്. ഞാനൊരാളെ വനവാസത്തിന് വിടുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ, ആരെ പറ്റിയാ ആൻറ്റി? നീയും അമ്മയും കൂടി തലയിലേറ്റി നടക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ ഇവിടെ, അവളെ പറ്റി തന്നെയാന്ന് പറയാൻ കേട്ടോ. ആര്? ശ്രുതിയെ പറ്റിയോ? ആ പാവം കുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും പറയല്ല ആൻറ്റി എന്ന് പറയണേ. അവള് പാവോ? ഷീ ഈസ് വെരി കണ്ണിങ്, അവളുടെ ചേച്ചി വെരി വെരി കണ്ണിങ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മനോരമ ശ്രുതിയും ലാവണ്യയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ശ്രുതിയോടായിട്ട് പറയാണ്, നീ ലാവണ്യെ നുണയൊന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട കേട്ടോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ രാമേട്ട എന്ന് വിളിക്കുകയാണേ. ആ വിളി കേട്ടത് അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞൻ ഇന്ന് ഓഫീസിലേക്ക് പോയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ഈ ആഘോഷത്തിലൊക്കെ ഒന്ന് പങ്കെടുപ്പിക്കണം എന്ന് പറയാൻ കേട്ടോ. ഇത്തവണ നമുക്കത് പൊളിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, സാർ നമ്മളെ സഹായിച്ചല്ലോ അഞ്ജലി ചേച്ചി. അതേതായാലും ലാവണ്യ പറഞ്ഞ ശരിയാണെന്ന് പറയാൻ കേട്ടോ മനോരമ. സാധാരണ ഇതിലൊന്നും നമ്മളെ വന്ന് സഹായിക്കാത്ത ആളാണ് ലാവണ്യ, വന്നതിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. നിന്റെ കുഞ്ഞിനെ നീ തന്നെ വിളിച്ചിട്ട് വാ എന്ന് പറയാണേ മനോരമ. അപ്പൊ അഞ്ജലി നിർബന്ധിക്കാണ്, ലാവണ്യ നീ ചെന്ന് വിളിച്ചാൽ ചിലപ്പോ കുഞ്ഞൻ വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലാവണ്യയെ വിടുകയാണ് കേട്ടോ. അങ്ങനെ ലാവണ്യയോട് ഇവർ പറയുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ നിന്ന് ഉരുകയാണ് കേട്ടോ. എൻ്റെ കുട്ടി കൃഷ്ണ, ആ കടലമുട്ടായി എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? അയാൾ അവിടെ വല്ല പണിയും ചെയ്ത് ഇരുന്നോട്ടെ, ഇങ്ങോട്ടേക്ക് എന്തിനാ വരുന്നത്? എന്നാൽ എൻ്റെ മനസ്സ് കൈവിട്ടു പോവല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കാണ്. ഏയ് ഒന്നുമില്ല അഞ്ജലി മാഡം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ലാവണ്യ അശ്വിനോടായിട്ട്, സാർ നീ എന്തെടുക്കുക? നിനക്ക് കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്? നിന്നെ താഴേക്ക് വിളിക്കുന്നുണ്ട് അഞ്ജലി ചേച്ചി. എന്തിനാന്ന് ചോദിക്കുമ്പോ അതെനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ എല്ലാരും ഉണ്ട്, ഞാനും ആന്റിയും അഞ്ജലി ചേച്ചിയും പിന്നെ നമ്മുടെ കാർട്ടൂൺ ബേബിയും ഉണ്ട് എന്നൊക്കെ പറയണേ. അതിന് അല്ല, ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം നിനക്ക് സ്പെൻഡ് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഇത്തരം സില്ലി കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ എൻ്റെ ടൈമില്ല, വെറുതെ നിന്ന് വാചകം അടിക്കാതെ ഒന്ന് പോയി തരുമോ ലാവണ്യ എന്ന് പറയുമ്പോൾ, ഓക്കെ റിലാക്സ്, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവിടുന്ന് പോവാണേ. താഴേക്ക് വരുമ്പോൾ അഞ്ജലിയും ആൻറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു എന്ന കാര്യം. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സാർ വളരെ ബിസിയാണ്, ഞാൻ പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം പറഞ്ഞു നോക്കി, പക്ഷേ സാർ എന്നെ ഷൗട്ട് ചെയ്യാണ് ചെയ്തത് എന്ന് പറയാൻ കേട്ടോ ലാവണ്യ. ആ സമയം നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, എൻ്റെ കുട്ടി കൃഷ്ണ നീ എന്നെ രക്ഷിച്ചല്ലോ, അല്ലെങ്കിൽ തന്നെ ആ കടലമുട്ടായിക്ക് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണ സമയത്ത് അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ നീ പറഞ്ഞത് എന്ന കാര്യം? ഏയ് ഒന്നുമില്ല മാഡം, അല്ലെങ്കിൽ തന്നെ സാർ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇവിടെ നമ്മളൊക്കെ ഇല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കാണ്. അങ്ങനെയല്ലല്ലോ, അവനിവിടെ ഉണ്ടാവുമ്പോ അവൻ കൂടി ഇതിൽ പങ്കെടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. ശ്രുതി നീ ഒന്ന് പറഞ്ഞേ കുഞ്ഞനോട് വരാൻ വേണ്ടിയിട്ട്. അയ്യോ അത് വേണ്ട മാഡം, സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട, സാർ അവിടെ നിന്ന് ജോലി ചെയ്തോട്ടെ എന്ന് പറയട്ടോ ശ്രുതി. വേണം കാർട്ടൂൺ ബേബി, അങ്ങനെ നമ്മൾ തോറ്റു പിന്മാറിയെന്ന് വിചാരിക്കരുതല്ലോ, നീ പോയാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ലാവണ്യ പറഞ്ഞത് ശരിയാണ്, ശ്രുതി പോയാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുഞ്ഞനെ ഇങ്ങ് കൂട്ടിയിട്ട് വരാം, നീ ഒന്നും പോ കുട്ടി എന്ന് പറയാൻ കേട്ടോ അഞ്ജലി. അപ്പോഴുണ്ടല്ലോ ഇവിടെ മനോരമ അങ്ങനെ മനസ്സിൽ വിചാരിക്കാം, വേഗം പോ, എന്നിട്ട് കുഞ്ഞന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവൻ മേടിച്ചിട്ട് വാ എന്ന് മനസ്സിൽ പറയുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി? ഏയ് ഒന്നുമില്ല അഞ്ജലി ബേബി, ഈ കീറസാരിക്കാരി പോയി പറഞ്ഞാൽ ഞാൻ വരാതിരിക്കില്ല എന്ന് പറയായിരുന്നു. ഗോ 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 ആൻഡ് കോൾ, വേഗം പോകാൻ എന്ന് പറയാൻ കേട്ടോ മനോരമ. അങ്ങനെ ശ്രുതി അശ്വിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണേ. അശ്വിനെ കാണുമ്പോഴേക്കും ശ്രുതിക്ക് പേടിയാവാണ് കേട്ടോ. എൻ്റെ കുട്ടി കൃഷ്ണ, ഈ കടലമുട്ടായി ഏത് മൂഡിലാണാവോ? ലാവണ്യ മേഡത്തെ ഫയർ ചെയ്ത സ്ഥിതിക്ക് എന്നോടും അതെ ഒട്ടും സോഫ്റ്റ് ഉണ്ടാവില്ല, അഞ്ജലി മേഡം പറഞ്ഞ സ്ഥിതിക്ക് ഇരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? എൻ്റെ കുട്ടി കൃഷ്ണ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. സാർ വാട്ട് യു വാണ്ട്? അത് പിന്നെ സാർ, അഞ്ജലി മേഡാണ് എന്നെ പറഞ്ഞയച്ചത്. ചേച്ചിയോ എന്തിന് എന്ന് ചോദിക്കും. താഴോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറയണേ. എന്തിന് എന്ന് ചോദിക്കും. എൻ്റെ കുട്ടി കൃഷ്ണ മൊത്തം കയ്യിൽ നിന്ന് പോയല്ലോ, ഞാൻ എന്താ ഈ കടലമുട്ടായിയോട് പറയേണ്ടത്? ഞാനേ അഞ്ജലി മേഡം പറഞ്ഞിട്ട് വന്നതാ, എനിക്ക് മനസ്സിലായി സാർ ഇവിടെ ജോലി തിരക്കിലാണെന്ന്.
സാറിന് ഒരുപാട് ജോലിയുള്ളതല്ലേ? ജോലി നടക്കട്ടെ സാർ, ഞാൻ മേഡത്തോട് പറയാം. അഞ്ജലി മേഡം പറഞ്ഞതുകൊണ്ട് വന്നേ ഉള്ളൂ. ഓക്കെ സാർ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇത്തിരൊറ്റ ഓട്ടാട്ടോ. ആ സമയം നമ്മുടെ അശ്വിൻ ഇങ്ങനെ ചിരി വന്നിട്ട് ചിരിക്കണേ. എന്നിട്ട് ഓടിപ്പോയിട്ട് വാതിലിന്റെ അവിടെ നിന്നിട്ട്, എൻ്റെ കുട്ടികൃഷ്ണ, എനിക്ക് എന്താ പറ്റുന്നത്? എൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോയല്ലോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഒന്ന് അശ്വിനെ നോക്കുന്നുണ്ട്. അപ്പൊ അശ്വിനും അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി താഴോട്ട് വരുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, കുഞ്ഞനെവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, ലാവണ്യ ബേബിക്ക് കൊടുത്തതിന് ബാക്കി ഇവക്കും കിട്ടിയിട്ടുണ്ടാവും, അല്ലാതെ എന്ത് സംഭവിക്കാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് അവിടെ ആ ഒരു ഫീലിംഗ് വരികയാണ് കേട്ടോ, അശ്വിൻ അടുത്തുണ്ട് എന്നുള്ള. തുടർന്ന് നമ്മുടെ പ്രീതി ഒരു ഷോപ്പിൽ വന്നിട്ട് പൂജയുടെ സ്റ്റാൻഡിന് വില ചോദിക്കുന്നുണ്ട്. അപ്പൊ നല്ല റേറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഇതിനൊക്കെ നല്ല വിലയാണല്ലോ ചേട്ടാ. അപ്പൊ ചെറിയ ഒരെണ്ണം കാണിച്ചിട്ട് ഇതിന് എത്രയാന്ന് ചോദിക്കുമ്പോൾ 2500 ആണ് കേട്ടോ പറയുന്നത്. ഇതെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ആകാശ് വരാണ്. അപ്പൊ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനുള്ള വില ഞാൻ തരാം, കുട്ടിയോട് നിങ്ങൾ വില കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്തിനാ സാർ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അതിന്റെ വില ഞാൻ തരുന്നുണ്ടല്ലോ, ആ കുട്ടിക്ക് വില കുറച്ചിട്ട് തന്നെ കൊടുക്കണം എന്ന് പറയാം കേട്ടോ. കുട്ടി ഒന്ന് നിന്നേ, അതിന് ഞാൻ പറഞ്ഞ വില തെറ്റിപ്പോയതാണ്, അതിന് കുറഞ്ഞ വിലയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രീതി പറയുന്നുണ്ട്, എനിക്ക് തോന്നി ഇതിന് ചെറിയ വില ഉണ്ടാവൂ എന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് കൂടെ പോവാണ്. എത്രയാന്ന് ചോദിച്ചപ്പോൾ അതിന് കുട്ടിയുടെ കയ്യിൽ എത്രയാണെന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്തിനാ നിങ്ങൾ എൻ്റെ കയ്യിലുള്ള പൈസ ചോദിക്കുന്നത്, നിങ്ങൾ എത്രയാന്ന് പറയൂ എന്ന് പറയാൻ കേട്ടോ പ്രീതി. അപ്പൊ 1500 പറയുന്നുണ്ട്. അങ്ങനെ പ്രീതി 1500 കൊടുത്തിട്ട് ആ സാധനം വാങ്ങിച്ചിട്ട് പോവാണ്. അതിന് ആകാശ് വന്ന് വില കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കടക്കാരനെ. അങ്ങനെ മനോരമ കുഞ്ഞനെ കണ്ടതും കുഞ്ഞനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കുഞ്ഞ ഞങ്ങളെ ഫൂളാക്കാണോ? അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചതെന്ന് പറയും. ആദ്യം ലാവണ്യ ബേബി വന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒടുക്കത്തെ ജോലി തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഈ കീറസാരിക്കാരി വന്ന് വിളിച്ചപ്പോൾ എൻ്റെ ജോലി തിരക്കൊക്കെ മതിയാക്കി ചാടി ഇങ്ങ് പോരുകയും ചെയ്തു. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, ആക്ച്വലി ഞാൻ ഇവളെ വിളിച്ചിട്ടൊന്നല്ല വന്നത്, ഇവളെ ഇവിടെ നിന്ന് എന്തെങ്കിലും മണ്ടത്തരം ചെയ്താൽ ഞാനാണല്ലോ ആൻസർ പറയേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാൻ കേട്ടോ. അതേതായാലും നന്നായി, ഇവളെന്തൊക്കെയാ മണ്ടത്തരം ചെയ്യുന്നത് ഒന്ന് നോക്കിയും കണ്ടു നിന്നോ എന്ന് പറയാൻ കേട്ടോ. കുഞ്ഞ, നീ ഈ ബൾബ് ആ സൈഡിലൊന്ന് ഫിറ്റ് ചെയ്തേക്ക്, അപ്പോഴേക്കും ഞങ്ങൾ കോലം വരച്ചിട്ട് വരാം എന്ന് പറയണേ. കോലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ദീപാവലിക്ക് ഇവരുടെ നാട്ടിലൊക്കെ കോലം വരയ്ക്കൽ പ്രധാനമാണ്. അപ്പോൾ മുത്തശ്ശിയാ പറഞ്ഞത് ഇപ്രാവശ്യം നമ്മുടെ ഇവിടെയും അങ്ങനെ വേണം എന്ന കാര്യം. നീ വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അഞ്ജലി. അങ്ങനെ നമ്മുടെ അശ്വിൻ ഒരു ലാഡറിൽ കയറി നിന്ന് ലൈറ്റ് ഫിറ്റ് ചെയ്യാണ്. ആ സമയം തന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട് ഇൻസുലേഷൻ ടാപ്പ് എവിടെ എന്നുള്ള കാര്യം. അപ്പൊ ശ്രുതിയും അഞ്ജലിയും കൂടി ചിരിക്കുകയാണ് കേട്ടോ. ഇൻസുലേഷൻ ടാപ്പ് എവിടെയെന്നാ ചോദിച്ചത് എന്ന് പറയുമ്പോൾ സാറിന്റെ കയ്യിൽ തന്നെ ഉണ്ട് ടാപ്പ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അശ്വിൻ ആകെ ചമ്മി പോവാണ്. അപ്പൊ അഞ്ജലി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ആ സമയം ശ്രുതി ഒരു കുട്ടികൃഷ്ണനെ അവിടെ കാണുകയാണ്. അപ്പൊ അശ്വിനുള്ളതൊന്നും ഓർമ്മയില്ല. ശ്രുതി ഇങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ട് കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ കുട്ടി കൃഷ്ണ, നീ എന്നെ മണ്ടിപ്പെണ്ണിന്റെ റോളിൽ തുടരാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടെയും ഞാൻ എല്ലാവരുടെയും മുന്നിൽ മണ്ടി, വീട്ടിലും അതെ. നീ അവിടെ എൻ്റെ കല്യാണക്കാര്യം പറഞ്ഞ് എല്ലാവരും എന്നെ ശല്യം ചെയ്യുന്നത് അറിയുന്നില്ലേ? എന്നെ ആ കല്യാണക്കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരാൻ നീ അതും ചെയ്തില്ല. എൻ്റെ കൃഷ്ണൻ സാറേ, ഇപ്പൊ കിട്ടുന്ന ബട്ടറിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണോ നീ എന്നെ തിരിഞ്ഞു നോക്കാത്തത്? ഫിനാൻഷ്യലി ഇത്തിരി ടൈറ്റാണ് ഇപ്പോ. ഒന്ന് സെറ്റപ്പ് ആവുമ്പോ 2 കൈയും നിറച്ചും തരാടോ വെണ്ണ എന്ന് പറയാൻ. അതും കേട്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.